പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മെൽബിൻ. ഇന്നത്തെ യാത്ര കോഴിക്കോട്ടേക്കാണ്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. യാത്രയിൽ ഞങ്ങളോടൊപ്പം സീപ്പപ്പ എന്ന് ഞാൻ വിളിക്കുന്ന സെൽബിൻ, എൻ്റെ അനിയനും കൂടെയുണ്ട്. പോവുകയാണ്. ഹായ് കൊടുക്കൂ, ഹായ് കൊടുക്കൂ, അങ്ങോട്ട് ഹായ് കൊടുക്കൂ. അമ്പട ചുള്ളൻ. ആരാണിത്? കാട്ടിലൊരു ആന. ഇന്ന് ഞങ്ങളെ വീട്ടില് സൽക്കാരാണ്. ഞങ്ങളെ കുടുംബത്തില് പുതുതായിട്ട് കല്യാണം കഴിച്ച മണവാളന്മാരും മണവാട്ടിവരും അവരെ സൽക്കരിക്കുന്ന പരിപാടിയാണ് ഇന്ന്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് നാട്ടിലേക്ക് പോകുന്നത്. അമ്പലവയൽ വഴി മീനങ്ങാടി, കൽപ്പറ്റ അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തത്. യാത്ര ഫണ്ണാക്കാൻ വേണ്ടി മെയ്യുവിന്റെ ചില ചോദ്യങ്ങളും അതിന്റെ മറുപടികളുമാണ് നിങ്ങൾ ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്. മമ്മക്ക് പപ്പനെ ഇഷ്ടാണോ? ഫാമിലിയിലെ എല്ലാരും കേട്ടിട്ട് ആരാണ് ഇഷ്ടം? ഹമുദി പപ്പ ഞാന് ആരാണ് ഇഷ്ടം? ആരനെ കൂടുതൽ ഇഷ്ടം? അപ്പൊ ഞമ്മള് മൂന്നാളും കൂട്ടിട്ട് ശിവപ്പാ, ഇന്നലത്തെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ലേ. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവര് എന്തായിരുന്നു വരാനുള്ള ആ ഒരു റീസൺ? എന്നോടുള്ള സ്നേഹം, മുഹബത്ത് ആണോ? ഓർക്ക് പറയാ കിട്ടാനാ ആണോ? അയ്യോ, കേട്ടില്ലേ ബ്രദർ ലവ്? കേട്ടില്ലേ? ആദ്യം സൗണ്ട് പറഞ്ഞു. Okay, first song goes to Papa. താങ്ക് യു. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ലാകോരേ, എന്റെ കരളിന്റെ അടുപ്പങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എന്റെ തമ്പൂ. നെക്സ്റ്റ് സീപ്പപ്പ. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ, എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. അമ്മ അമ്മോട് വെറുതെ. My sunshine, my only sunshine, you make me happy when the sunshine, when the skies are gray. You never know, dear, how much I love you. Please don't take my sunshine away. നമ്മള് നേരെ കൽപ്പറ്റ, വൈത്തിരി, അടിവാരം, താമരശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം, കോഴിക്കോട്, വാൽക്കോട്. മെയ്യുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയും പിന്നെ കുറെ പാട്ടുമൊക്കെ പാടി യാത്ര ബോറില്ലാതെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മള് ലക്കിടിയാണ് പറ്റിയത്. ലക്കിടി, വൈത്തിരി, ഇവിടെയൊക്കെയാണ് നമുക്ക് എപ്പോഴും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വയനാട്ടിലെ സ്ഥലങ്ങള്. ഇവിടെ ഇപ്പോ കുറെ എന്റർടൈൻമെന്റ് ഏരിയകൾ വന്നിട്ടുണ്ട്, കുറെ അഡ്വഞ്ചർ റൈഡുകള്. അതിൽപ്പെട്ട ഒന്നാണിത്. അപ്പൊ വയനാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം കയറി തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് ആസ്വദിക്കൽ മാത്രമായിരുന്നു പണ്ട്. ഇപ്പം കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് ഏരിയകൾ ഉള്ളത് കൊണ്ട് ഫാമിലീസ് ഒക്കെ ഇപ്പൊ ഒരുപാട് കൊണ്ട് കയറുന്നുണ്ട്. പോണ പോക്കില് എല്ലാ പ്രാവശ്യം ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട്. അല്ല, കുറച്ച് മുന്നോട്ട് ഇന്ത്യ ഗേറ്റിൽ നിന്നാണ് കഴിക്കാറ്. അടിപൊളി ഫുഡാണ്. വന്നു ഗൈസ്.
ഇതാണ് ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറന്റ്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ചായ കുടിക്കാനും ചില പർച്ചേസുകൾക്കുമായിട്ട് ഞങ്ങൾ ലക്കിടിയിൽ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തിയപാട് അമൂതി പോകുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബോൾ തന്നെയാണ്. അങ്ങനെ ചായ കുടിക്കുന്നതിന് മുന്നേ അങ്ങനെ പർച്ചേസ് തീർക്കാമെന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. നമുക്കൊരു പുൽത്തൈലം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ സ്പൈസസ് സ്മാർട്ട് ഗാന്ധി ഗ്രാമത്തിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ചായവാരയിൽ നിന്നൊരു ചായയും കുടിച്ചാണ് ഇനി ഞങ്ങളെ യാത്ര. പറഞ്ഞോ ആ യൂണിക്കോഡ് ഉണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചു, ഊണോ കാർഡ്സ് വാങ്ങിച്ചു. നമ്മള് യൂണ വാങ്ങിച്ചു, ബോൾ വാങ്ങിച്ചു, പിന്നെ മമ്മന്റെ പിന്നെ ഒരു ഡേറ്റ്സ് മമ്മ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചു. ഇതെന്താ? പർച്ചേസിന് ശേഷം ചായ കുടിക്കാൻ ഞങ്ങൾ ചായവാൽ ലക്ഷ്യമാക്കി നടന്നു. ഓർഡർ ചെയ്ത ചായ വന്നു. അമോദി പപ്പനൊക്കെ വെടിയൊക്കെ ഷൂട്ടി ഷോ വെടിവെച്ച് മെയ് എങ്ങനെയുണ്ട്? ബനാന ഒരു കടി ആ പപ്പ റെഡി. ഓ കാടുമുട്ട പിന്നെ ഞങ്ങള് കാടമുട്ടയും ചായയാണ് പറഞ്ഞത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മൂദിൻ്റെ വെടിവെക്കൽ പരിപാടികൾക്ക് ഞങ്ങൾ ബലിയാടലാവായിരുന്നു അടുത്ത പരിപാടികൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കാറിലേക്ക് പോയി ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായി ചുരം ഇറങ്ങുകയാണ്. പണ്ട് KMCT കോളേജിൽ പഠിക്കുമ്പോൾ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ റൂംമേറ്റ്സ് രാത്രിയാകുമ്പോൾ ഒരു ചായ കുടിക്കണം തോന്നും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വരുന്ന ഒരു സ്ഥലം താമരശ്ശേരി ചുരം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്തെ കുറെ കഥകൾ താമരശ്ശേരി ചുരത്തിന്റെ പറയാനുണ്ടാവും. ഈ യാത്രയിൽ ഞാൻ ചിന്തുവിനെയും നിയാസിനെയും റസീനെയും ഷബീബിനെയും ഒക്കെ ഓർത്തു പോവാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് ഒരു കാട് ഭാഗം എത്തി. നമുക്ക് കുറെ മങ്കീസും ട്രീസും വാട്ടർഫാൾസ് ഒക്കെ ഈ ഭാഗമാണ് നമുക്ക് കാണാം. നല്ല രസമുണ്ട്. ശിവബ ഓർമ്മ ഉണ്ടെനിക്ക് ഒരു നോമ്പിന് ഞാനും ഈയും ഷാബും അർഷാദും കൂടിയും ഓപ്പൺ ജീപ്പിലേനി അല്ല ആണോ നമ്മളിവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം കാണാനൊക്കെ വന്ന് ഗസലിൽ പോയി താമസിച്ചേ. ആ യെസ്, ആ കഥ പറയുകയാണെങ്കിൽ വേറെ കഥ പറയാണ്ട് സിനിമ ബാക്കില് അന്നാണ് ഞാൻ ഷംനനെ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ട് ആദ്യം. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് അടിവാരെത്തിയത് അറിഞ്ഞില്ല. അടുത്തത് പള്ളിയാണ് ലക്ഷ്യം. നിസ്കാരത്തിൽ കൂടി പങ്കെടുത്ത് തിരിച്ചു വരാം. അതുവരെ ഷംനയും മക്കളുമൊക്കെ വണ്ടിയിലിരിക്കുകയായിരുന്നു. അങ്ങനെ പള്ളി കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് കോളേജിലുണ്ടായിരുന്ന എൻ്റെ ഒരു ജൂനിയർ ഒരു ഫ്രണ്ടിനെയും അവിടുന്ന് കാണാനിടയായി. എത്തിയോ ലല്ലു? എടെ ലല്ലുവിനെ കാണണ്ടേ നമുക്ക് പോയിട്ട്? ഇപ്പനെ കാണണ്ടേ? പപ്പനെ ഷീപ്പപ്പേടെ ഷീപ്പപ്പരാ.
അങ്ങനെ ഞങ്ങൾ കുറ്റിക്കാട്ടൂരെത്തി. ഞാൻ LKG മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ച ബീലൈൻ പബ്ലിക് സ്കൂള് ഇവിടെയാണ്. അതാണ് എൻ്റെ സ്കൂള്. ബീലൈൻ്റെ ഇപ്പോഴത്തെ സാരഥികൾ ഒരാളാണ് സെൽബിൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് അലുമിനി ഓർഗനൈസ് ചെയ്ത സുപ്രധാന ആളുകളിൽ ഒരാളാണ് സെൽബിൻ. അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ ചെലവഴിച്ച ആനക്കുഴിക്കരയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നാടായ ആനക്കുഴിക്കരെത്തി. ഇത് ഞങ്ങളുടെ സെൽഫി പള്ളി. ഇതൊക്കെ സീപ്പപ്പിന്റെ ഡിസൈനാണ്. അല്ല, പ്രകൃതി രമണീയമായ ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ മൂത്താപ്പന്റെ വീട് അവിടെ. ഇവിടെയാണ് ഇപ്പൊ എന്റെ JCB പരിപാടികൾ കംപ്ലീറ്റ് ഉള്ളത്. ഇത് സെൽബിൻ ആർക്കിടെക്ട് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത വീട്. സെൽബിൻ PK. അതാണ് ഞങ്ങളുടെ വീട്. നെയ്യു ആണ് ഗേറ്റ് തുറക്കുന്നത്. അല്ലേ തുറക്കണില്ലേ? ഇതാ ഭാര്യയും മുതിയും. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി. എല്ലാവരും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉപ്പനെ കണ്ടപ്പോൾ തന്നെ അമ്മൂതിയും മെയ്യും കൂടി ഉപ്പൻ്റെ ബൈക്കിലേക്ക് JCBയും കാണണം, മെയ്യുവിന് ചോക്ലേറ്റ്സും വാങ്ങണം. അങ്ങനെ വൈകിട്ട് വീട്ടിലേക്ക് അങ്കിളും ധനിയും ആൻറ്റിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പയും അങ്കിളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡയബറ്റിക്കിൻ്റെ യൂട്യൂബിലുണ്ടായിരുന്നൊരു ക്ലാസ്സാണ്. നവവധു വധന്മാരെ സ്വീകരിക്കാൻ വീട് ഒരുങ്ങിക്കഴിഞ്ഞു. ധനിയും ഞങ്ങളൊക്കെ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ധനി ഉണ്ടെങ്കിൽ സമയം പോകണ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എത്തി. അതിൻ്റെ ഇടയിൽ ഐബനും അമ്മൂതിയും മെയ്യൊക്കെ നല്ല കൂട്ടായി. പ്രത്യേകിച്ച് അമ്മൂതിയും ഐബുവും നല്ല സുഹൃത്തുക്കളായി. ഇന്ന് സൽക്കരിക്കുന്നത് വേറെ ആരുമൊന്നുമല്ല, ഞങ്ങളെ അനിയന്മാർ തന്നെയാണ്. അമ്മായിൻ്റെ മക്കളും ചാപ്പൻ്റെ മക്കളും ഒക്കെ തന്നെയാണ്. അങ്ങനെ അതിഥികളൊക്കെ എത്തി. എല്ലാവരും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുത്ത് കിട്ടുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ മണവാട്ടിമാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ അവരെ സൽക്കരിക്കാനുള്ള വിഭവങ്ങൾ തപ്പി അടുക്കളയിലെത്തി. ഉമ്മൻ്റെ ഫേവറേറ്റ് ബീഫ് തന്നെയാണ് ആദ്യം. അങ്ങനെ പലതരം വിഭവങ്ങൾ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയും ടേബിളിൽ സെറ്റ് ചെയ്ത്, അതേമാതിരി ഉമ്മൻ്റെ ഒരു സ്പെഷ്യൽ പുഡിംഗ് ഉണ്ടായിരുന്നു, ഓട്സും ചോളൊക്കെ ഇട്ടിട്ടുള്ളൊരു പുഡിംഗ്. അങ്ങനെ വന്ന മണവാളന്മാരെയും മണവാട്ടിമാരെയൊക്കെ ഞങ്ങൾ സൽക്കരിച്ചു. അങ്ങനെ അവരെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളും എല്ലാവരും ഇരുന്നു. അങ്ങനെ ഫുഡിന് ശേഷം ഉണ്ടാക്കിയ സ്പെഷ്യൽ പുഡിങ്ങൊക്കെ കഴിച്ചു. അതിഥികൾ വന്നവരെല്ലാം തിരിച്ചു പോയി. അതിനുശേഷം അങ്കിളും ആൻറ്റിയും എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അമ്മൂതി ഐബനും ഒരു കെട്ടിപ്പിടിച്ച ഹക്കൊക്കെ കൊടുത്ത് യാത്രാക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലൊരു ഉറക്കത്തിലേക്ക്. ഗുഡ് നൈറ്റ്.